സ്വർണം കട്ടവൻ ആറപ്പ അറപ്പ അരപ്പ ആരപ്പ. ഇന്നലെ രാഹുൽ ഗാന്ധി കൂടി ഈ വിഷയം വളരെ ഗൗരവമായി ഇന്നലെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ വിഷയം പറഞ്ഞില്ല, ഇതിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ധാര, ഒരു പരസ്പരം ഡീൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഒരു കാര്യം ശരിയാണ്, അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. ശബരിമല മുങ്ങി. പലരും പാട്ടൊക്കെ പാടുന്നു. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയുടെ ആളുകൾ ഇത് വെച്ചുകൊണ്ട് പാട്ട് പാടി എന്ന് പറഞ്ഞും, പിന്നെ ഗണേഷിന് ആക്ഷേപിച്ചുകൊണ്ടുള്ള പാട്ട് പാടി എന്നൊക്കെ പറഞ്ഞ് ചില പ്രശ്നങ്ങൾ വന്നു. പഴകുളം മധു ഈ പാട്ട് പാടി, റാന്നി സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ പഴകുളം മധു ഈ പാട്ട് പാടി എന്ന് പറഞ്ഞൊരു കേസ്, ഒരു പരാതി ഇലക്ഷൻ കമ്മീഷന് പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പോകുന്നതല്ലാതെ വളരെ കൃത്യമായി ശബരിമല കേസ് എവിടെ പോയി എന്നറിയില്ല. ഞങ്ങൾ തുടക്കം മുതൽ സുഭാഷിതം ചാനലും ഞങ്ങളുടെ ഗ്ലോബൽ മലയാളി ന്യൂസും ഞങ്ങളുടെ എല്ലാ ചാനലുകൾ, അതുപോലെ മറ്റു ചാനലുകൾ, ഞാൻ ധാരാളം ചാനലുകൾ, യൂട്യൂബ് ചാനലുകളും പിന്നെ ജനം TV അതുപോലുള്ള ഒത്തിരി ചാനലുകളിലൊക്കെ പോകുന്നതാണ്. ഈ ചാനലുകളിലൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇത് മുക്കും, ഇത് കയറിയും ഇറങ്ങിയുമായിരിക്കും പോകുന്നത്. ഇത് ഇലക്ഷൻ സമയത്തോടനുബന്ധിച്ച് വല്ലാതെ ഇതിന് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇത് ആരും സംസാരിക്കാത്ത രീതിയിലേക്ക് ഇതിനെ ഡൗൺ ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും മാധ്യമം ഇത് സംസാരിക്കുന്നുണ്ടോ? ഇപ്പൊ ഇന്നലെ പിന്നെ രാഹുൽ ഗാന്ധി ഇതിപ്പോ പറഞ്ഞപ്പോ ഒന്നുകൂടി ലൈവായി. അല്ലാതെ ശബരിമല കേസ് കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യണോ, കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതിനിടയ്ക്ക് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറഞ്ഞു, ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു കുമ്പസാരവും നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്തോ, PS പ്രശാന്തിനെ ചോദ്യം ചെയ്തോ, വാസവനെ ചോദ്യം ചെയ്തോ, എന്തിനു പറയുന്നു മുഖ്യമന്ത്രിയെ വരെ ചോദ്യം ചെയ്യണമായിരുന്നു, സോണിയാഗാന്ധി ചോദ്യം ചെയ്യണമായിരുന്നു, അടൂർ പ്രകാശിനെ പിന്നെ ഒരു പ്രാവശ്യം മറ്റേ വിളിച്ചിരുന്നു, അതുപോലെ തന്നെ ആന്റണിയെ ഒരു പ്രാവശ്യം വിളിച്ചു എന്ന് പറയുന്നു. ബാക്കി ആരെയെങ്കിലും കൃത്യമായി ചോദ്യം ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ വളരെ ഗുരുതരമായ ഒരു വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞായിരുന്നു, എന്നെ കുടുക്കിയത്, എനിക്ക് എല്ലാ സഹായവും ചെയ്തു തന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്, അദ്ദേഹമാണ് എന്നെ സ്പോൺസർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അന്വേഷണവും SIT എങ്ങും കൊണ്ടുപോയില്ല. ചുരുക്കത്തിൽ ശബരിമല വിഷയം മുങ്ങിയതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ആർക്കും അതൊരു വിഷയമല്ല. ഇപ്പോൾ SDPIയുടെയും PDPയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ടുകളെക്കുറിച്ചും ആവശ്യമില്ലാത്ത സംവാദങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ചില ഗിമ്മിക് ഷോകളെക്കുറിച്ചും പത്രക്കാരെ കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ക്ഷോഭവും അദ്ദേഹത്തിൻ്റെ ചില പരിപാടികളും വളരെ പർപ്പസ് ആയിട്ട് എടുത്തിടുന്നു എന്നാണ് പറയുന്നത്. കാരണം വിഷയങ്ങളെ മാറ്റിക്കൊണ്ട് പോകണം. ശബരിമല വിഷയം ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടരുത് എന്ന് വളരെ ബോധപൂർവമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനത്തെ മറ്റ് അലുക്കുലുക്ക് പരിപാടികളൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് നമുക്ക് സംശയമുണ്ട്. എന്തായാലും ശബരിമല വിഷയത്തിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ നടക്കുമെന്നും, ED വന്നു, ED ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു. ഇപ്പം ഇതാ ED അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ED ഓരോരുത്തരുടെ ചോദ്യം ചെയ്യാൻ പോകുന്നു. ഒന്നും നടന്നില്ല. 33 സ്ഥലങ്ങളിൽ ED റെയ്ഡ് നടത്തി ഒരേ സമയം റെയ്ഡ് നടത്തി എന്നുള്ളതല്ലാതെ വളരെ കൃത്യമായി ഒരു കാര്യവും കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഇത് സ്വപ്നയുടെ കേസിലും അന്ന് സ്വർണ്ണ കേസിലും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. അന്ന് സ്വർണ്ണ കേസിൽ വലിയ ഈത്തപ്പഴം വരെ, പിന്നെ ഖുറാൻ ഇടയ്ക്ക് വെച്ച് ഈത്തപ്പഴം വരെ കടത്തി എന്ന്, ഈത്തപ്പഴവും സ്വർണവും, ഈത്തപ്പഴത്തിൻ്റെയും ഖുറാന്റെയും ഇടയ്ക്ക് വെച്ച് സ്വർണം വരെ കടത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമുണ്ടായ KT ജലീൽ പുട്ടുപോലെ അവിടെ മത്സരിക്കുന്നു. അപ്പൊ രസകരമാണ് കേരളത്തിലെ കേസുകൾ. അത് കേരളത്തിന്റെ കേസുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അഭയ കേസ് മുതൽ, അതുപോലെ തന്നെ പഴയ പിന്നെ ഏത് കേസ് എടുത്താലും, അത് പിന്നെ നമ്മുടെ ശാരിയുടെ കിളിരൂർ ശാരിയുടെ കേസ് എടുത്താലും, വിതുരയുടെ കേസ് എടുത്താലും, മധുവിനെ കൊന്ന കേസെടുത്താലും, ആദിവാസി മധുവിനെ കൊന്ന കേസെടുത്താലും, ഏത് കേസെടുത്താലും, ഫ്രാങ്ക്ലോ മുളയ്ക്കൽ അച്ഛൻ്റെ കേസെടുത്താലും, അതുപോലെ തന്നെ പിന്നെ ജോസഫിനെ കൈവെട്ടിയ കേസെടുത്താലും അതിൽ പിന്നെ കുറച്ച് ശിക്ഷ വന്നു എന്നുള്ളതാണ്. TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ കേസെടുത്താലും, KT ജയകൃഷ്ണന്റെ വധത്തിൻ്റെ കേസെടുത്താലും, സിദ്ധാർത്ഥൻ വധത്തിൻ്റെ കേസെടുത്താലും, പിന്നെ നമ്മുടെ മഹാരാജാസ് കോളേജിൽ നടന്ന അർജുനൻ മഹാരാജാസ് കോളേജിൽ നടന്ന SFIക്കാരനായിട്ടുള്ള ഇടുക്കി വിദ്യാർത്ഥിയുടെ മരണമെടുത്താലും, ഏത് മരണമെടുത്താലും ആ മരണങ്ങളൊക്കെ, ആ കൊലപാതകങ്ങളൊക്കെ അല്ലെങ്കിൽ കേസുകളൊക്കെ തേഞ്ഞു മാഞ്ഞ് പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിലീപിൻ്റെ കേസ് നമുക്കറിയാവുന്നതാണ്.
അപ്പോൾ ഓരോ കേസുകളും മുകേഷിനെ പോലിൻ്റെ കേസ് എവിടെ എത്തി, എവിടെയെങ്കിലും ആരെങ്കിലും പോയോ? എത്രയോ സിനിമാ നടന്മാരും അതുപോലെ തന്നെ സിനിമാ രംഗത്ത് നിൽക്കുന്നവരുമാണ് സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള കേസിൽ വന്നത്. മീ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ശിക്ഷിക്കാൻ പറ്റിയോ? ഗണേഷിന്റെ പേരിൽ എത്ര കേസാണ് വന്നത്? അവസാനം ഭാര്യ വരെ, സ്വന്തം രണ്ടാമത്തെ ഭാര്യ വരെ രംഗത്ത് വന്നു, വല്ലതും സംഭവിച്ചു. ഇതാണ് കേരളം. കേരളത്തിന്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതിനേക്കാളും കേരളം കോംപ്രമൈസ് ഓൺ കൺട്രിയാണ്, അല്ലെങ്കിൽ കൺട്രി ഓൺ കോംപ്രമൈസ് ആണ്. ഇത് ഒത്തുതീർപ്പുകളുടെ ഒരു സ്ഥലമാണ്. ഈ ഒത്തുതീർപ്പിൽ അവസാനമായി ഒത്തുതീർത്തിരിക്കുന്നത് എന്ന് നാം സംശയിക്കുന്നത് ശബരിമല അയ്യപ്പന്റെ വിഷയമാണ്. ഈ ശബരിമല അയ്യപ്പന്റെ വിഷയം പത്തനംതിട്ട ജില്ലയിൽ പോലും വളരെ സജീവമായ ചർച്ചയാക്കി ഉയർത്തുന്നില്ല. എന്തുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും BJPയും ഒക്കെ ഈ വിഷയം ഉപേക്ഷിച്ചു? ഒരു പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ പിന്നെ അയ്യപ്പനെ കയറ്റിയോ, ആരാ കയറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന ചില സംവിധാനങ്ങളിൽ നിന്ന് മാറി ഒരു കാരണവശാലും ശബരിമല വിഷയം ചർച്ചയ്ക്ക് വരാതിരിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ എന്ത് കേസ്, സുകുമാരക്കുറുപ്പിനെ കാണാതായ കേസെടുത്തോളൂ, നമ്മൾ പറഞ്ഞു വന്നാൽ ഒരു മൗലവിയെ കാണാതായ കേസെടുത്തോളൂ, ഏത് കേസെടുത്താലും കേരളത്തിൽ ഏത് കേസ് വന്നിട്ടുണ്ടെങ്കിലും അതൊരു ഘട്ടം കഴിയുമ്പോൾ അതായത് ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളോ ഉദ്യോഗസ്ഥരോ ഉണ്ട് എങ്കിൽ അവരോ അവരുടെ മക്കളോ അല്ലെങ്കിൽ ആ ഒരു ശ്രേണിയിലുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കേസുകളൊന്നും തന്നെ കേരളത്തിൽ അന്വേഷിക്കപ്പെടാതെ പോവുകയോ വികലമായി അന്വേഷിച്ച് കോടതിയിൽ നിന്ന് അവർക്ക് പ്രതികൾക്ക് രക്ഷപിടിക്കുന്ന ഒരു കഥയുണ്ട്. കൊല്ലുന്നവരെ ശിക്ഷ കിട്ടുന്നത്, കൊല്ലിക്കുന്നവർക്ക് ശിക്ഷ കിട്ടുന്നില്ല എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കഥ കേരളത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കൊലപാതകത്തിന് TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൊലപാതകത്തിന് പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞ കേസൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ കേസൊക്കെ വന്നിട്ടുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ രസകരമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം ചിന്തിച്ചാൽ ഇവിടെ വളരെ രസകരമായി ശബരിമല വിഷയത്തെ നമ്മളെല്ലാവരും കൂടെ മുക്കി. ഇനി വരാനിരിക്കുന്ന വിഷയം എന്താ നമുക്കറിയില്ല. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി രാഹുൽ ഗാന്ധി ഒരു പാട്ടൊക്കെ പാടിയപ്പോൾ അതിനൊരു ടൈറ്റിൽ, അല്ലെങ്കിൽ എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ചാനലുകളിലും ഒരു ടൈറ്റിൽ കിട്ടി എന്നുള്ളതിനപ്പുറം ഈ വിഷയം ഇനി എത്ര കാലം, അല്ലെങ്കിൽ ഇത് മുങ്ങിപ്പോകുമോ, കൊണ്ടുപോയ സ്വർണം കൊണ്ടുപോയി, ഇതുവരെ എവിടെയാണ് ഇതിൻ്റെ ഒറിജിനൽ തൊണ്ടി മുതൽ കൊണ്ടുപോച്ചിരിക്കുന്നതെന്നോ, ആർക്കൊക്കെ കൊടുത്തുവെന്നോ, ഇതിൽ ആരൊക്കെയാണ് ഈ വലിയ സ്കാമിൽ വന്നിരിക്കുന്നതെന്നോ കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത് ഒരുതരം നമ്മളുടെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരുതരം പരാലിസിസ് ആണ്, പക്ഷപാതമാണ്, പക്ഷാഘാതമാണ്.